ഈ ഫ്ലൈറ്റിലുള്ള ഒരു 80% ആളുകൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൾ എന്തിനാണ് എണീറ്റിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു സർപ്രൈസ് കിട്ടി. അതിൻ്റെ വെളിച്ചത്തിലാണ് ഇവൾ എണീറ്റിരിക്കുന്നത്. കാരണം വേറെ ഒന്നല്ല, മറവി നമ്മുടെ എല്ലാവരുടെയും ഒരു ശാപമാണ്. പക്ഷേ ചില സമയത്ത് അതൊരു അനുഗ്രഹമായിട്ട് വരും. ഇന്ന് അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടി. മറ്റൊന്നല്ല, നമ്മൾ ഈ ബഡ്ജറ്റ് ഫ്ലൈറ്റുകളൊക്കെ പോണ സമയത്ത് ഒരു കുപ്പി വെള്ളമാണ് ഒരു മാക്സിമം അവർ തരുള്ളൂ. ഭക്ഷണം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഒരു സ്നാക്സ് പോലും കിട്ടില്ല. ഇപ്പോൾ വെള്ളം പോലും കിട്ടണില്ല, ചെറിയൊരു ഗ്ലാസ്സിൽ വെള്ളം നമ്മൾ ചോദിച്ചാൽ മാത്രമേ തരുള്ളൂ. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തതിനു ശേഷം ഞാനിവളും കൂടി ഉറങ്ങാനുള്ള പരിപാടി നോക്കായിരുന്നു. ആ സമയത്താണ് ഈ എയർ ഹോസ്റ്റസ് വന്നിട്ട് എൻ്റെ പേര് വിളിച്ചിട്ട് ചെറിയത് ഇതേപോലെ ഒരു കിറ്റ് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവൾ എന്നോട് പറയാണ്, നിങ്ങൾ എന്നെ അറിയാണ്ട് ഞാൻ അറിയാണ്ട് അവൾക്ക് വേണ്ടി സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഓർഡർ ചെയ്തതാണ്. അതൊന്നല്ല കേട്ടോ. ശരിക്കും എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് റിട്ടേൺ ഡേറ്റ് എന്തായാലും ഫ്ലക്ച്വേഷൻ വരുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് ടിക്കറ്റാണ് എടുത്തത്. നമുക്ക് എന്തായാലും ഡേറ്റ് ചേഞ്ച് ചെയ്യണമല്ലോ. അപ്പം അങ്ങനെ വന്നൊരു അബദ്ധമാണ്. പക്ഷേ ആ ഒരു അബദ്ധം ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു അനുഗ്രഹമായിട്ട് മാറി. ഇതിലുണ്ടായിരുന്നത് സ്വീറ്റ് കോണും അതേപോലെ ഒരു റൈസ് ക്രാക്കറും പിന്നെ ഒരു കോൺ സാൻഡ്വിച്ചും, അത് കൂടാണ്ട് ഒരു ഓറഞ്ച് ജ്യൂസ്. പിന്നെ ഇതിൻ്റെ പിന്നിൽ എനിക്ക് പറ്റിയൊരു കയ്യബദ്ധ എന്നുള്ള സത്യം ഞാൻ അവളോട് റിവീൽ ചെയ്തില്ല. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ചില സത്യങ്ങൾ റിവീൽ ചെയ്യാത്തതാണ് നല്ലത്. അപ്പോൾ ജ്യൂസൊക്കെ കൂടി കഴിഞ്ഞ് ഞാൻ പതുക്കെ കിടക്കാൻ നോക്കട്ടെ കേട്ടോ. ശരി, ബൈ.